അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്ന സൂപ്പർ അമ്മയും മകളും ലിഷ ആൻഡ് നിവേദിത. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അമ്മയും മകളും. ഹായ് ലിഷ ചേച്ചി, ഹായ് നിവേദിത. നല്ല ചന്തമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മളിപ്പോ കണ്ടത്. ഗംഭീരായിരിക്കുന്നു തുടക്കം. ശ്വേതാജി, നല്ല പാട്ട്, എന്റെ ഫേവറേറ്റ്. ഒരു പുഷ്പം. It's a beautiful song. All the very best. Welcome to our show, Super അമ്മയും മകളും. Thank you ma'am. മീന ചേച്ചി, ഇതിൽ ആരാ മോളും ആരാ അമ്മ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതെ, എനിക്ക് സങ്കടമുണ്ട്, എന്നെ അമ്മയാന്നൊക്കെ തോന്നി. അങ്ങനല്ല, ഞാനാ മകള്. എനിക്ക് കുറച്ച് സുഖിച്ചിട്ടുണ്ട് കേട്ടോ മാം. മാമിന്റെ വായിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോ കുറച്ചും കൂടി. അതെ, ഇന്ന് രാത്രി പോയി കഴിഞ്ഞാൽ ഇവര് തമ്മിലൊരു അടിയാവും. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. പക്ഷെ സന്തോഷമുണ്ട്, ഇനിയും ഇങ്ങനെ ഒരുപാട് കമന്റ്സ് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് കേൾക്കാനുള്ളതാണ്. കുട്ടിയാണ് എല്ലാം നേരിടാൻ ധൈര്യമായിട്ട് ഇരിക്കേണ്ടത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ റോസാപ്പൂക്കൾ വാങ്ങിച്ചോളൂ. ഓക്കെ, സോ ശ്വേതാജി, മീന ചേച്ചി, നമ്മുടെ ഈ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ കുറെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് മലയാള സിനിമയിലും സീരിയലിലും ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ഒരു അഭിനേത്രിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീധന്യ. നമസ്കാരം. സോ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിലേക്ക് സ്വാഗതം. ടെലിവിഷനിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. പ്രണയവിലാസം സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മഴയത്തും മുൻപേ എന്ന സീരിയലും വളരെ ഗംഭീരമായിട്ട് പോകുന്നു. അപ്പം ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും സീരിയലിലൂടെയാണ് ജനങ്ങൾ, പ്രേക്ഷകർ എന്നെ സ്വീകരിച്ചതും എന്നെ സ്നേഹിക്കുന്നതും ഒക്കെ. അതിൻ്റെ ഒപ്പം തന്നെ ഈ മൂവി പ്രണയവിലാസത്തിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതും അവർ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു എന്നറിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. ദൈവത്തിനോട് നന്ദിയുണ്ട്. രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ്. അപ്പൊ അവരുടെ പേരുകളൊക്കെ പറയൂ, അവരെന്തൊക്കെയാ ചെയ്യുന്നത് പറയൂ. വൈഷ്ണവി, മൃണാളിനി. വൈഷ്ണവി ആൻഡ് മൃണാലിനി. വൈഷ്ണവി അവള് +2 കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്ങിന് ജോയിൻ ചെയ്തു സിംബിയോസിസിൽ. പിന്നെ ചെറിയ ആള് മോള് മൃണാലിനി 12th. ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. അപ്പൊ സൂപ്പർ അമ്മയാണോ? സൂപ്പർ അമ്മയാണോ സൂപ്പർ ഡോട്ടേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ ഒരുപാട് തിരുത്തി അവരോടൊപ്പം എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ശ്വേതാജി, എന്താണ് ശ്രീധന്യയുടെ അടുത്ത് ചോദിക്കാനുള്ളത്? Hi Sridhanya. Hi. Great to see you after a long time. Yeah, same here. എന്തായാലും നല്ല, ഇറ്റ്സ് ലുക്കിംഗ് നൈസ്. നല്ലൊരു സബ്ജക്റ്റ് ആണ്. ആൻഡ് ഐ ഹോപ്പ് യു ആർ എൻജോയിങ്. ടെലിവിഷൻ ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. ഇറ്റ്സ് ടു മച്ച് ഓഫ് ഹാർഡ് വർക്ക്. ഐ ഫീൽ സിനിമ ഇസ് ബെറ്റർ. ഈ സൂപ്പർ അമ്മയും മകളും എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് ഇതാ ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഷോയിന്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് ശ്രീധന്യക്ക് തോന്നുന്നു? ഈ അമ്മയും മോളും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ബോണ്ടിങ്, പൊതുവേ പെൺമക്കളാണ് കൂടുതൽ അമ്മമാരെ മാത്രമല്ല പേരൻസിനെ ആൺമക്കളെക്കാളും കെയർ ചെയ്യാന്ന് പൊതുവെ കേട്ടിട്ടുകൊണ്ട് കണ്ടിട്ടുകൊണ്ട് നമ്മൾക്കൊക്കെ എക്സ്പീരിയൻസും ഉണ്ടാവും പലർക്കും. അപ്പോൾ ആ ഒരു മകളുടെ വർത്ത് തിരിച്ചറിയാൻ വേണ്ടി
ഇങ്ങനെ ഒരു ഷോ നടത്തുന്നത് വളരെ നല്ല കാര്യമാണ്. പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് നമ്മളുടെ ഈ ഷോയിന്റെയും സൂപ്പർ അമ്മയും മകളുടെയും ഒരു ഉദ്ദേശവും അത് തന്നെയാണ്. അമ്മമാർക്കും മക്കൾക്കും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള വേദി, അമ്മമാർക്ക് ഒരുമിച്ച് മക്കളുടെ കൂടെ പെർഫോം ചെയ്യാനുള്ള വേദി, പിന്നെ ഈ വേദിയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അമ്മയും മകളും തമ്മിൽ നമുക്ക് വേണ്ടി സമ്മാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഷോയിന്റെ ഭാഗമായതിലും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഇനി വരാൻ പോകുന്ന സിനിമ, സീരിയൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ഷീന ആൻഡ് ശൈത്യ. നമ്മുടെ പേര് വിളിച്ചിങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ചെസ് നമ്പർ കുത്താതെ ഞാൻ എന്തായാലും വരും. ഇത് കലോത്സവമല്ല, ചെസ് നമ്പർ കുത്താനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ അന്നേരമേ പറഞ്ഞ ഈ കുന്ത്രാണ്ട് ഒന്ന് വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് വരണ്ടാന്ന്. നമുക്ക് വല്ല ഡാൻസും കളിച്ചാൽ പോരായിരുന്നു. ആ, എല്ലാവരും ഡാൻസ് കളിക്കുന്നത്, അതിന് പകരം ഇതിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നോ? എനിക്ക് ആ ടെൻഷനാണ്. ഞാൻ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും? അതമ്മ പേടിക്കണ്ട. ഞാൻ പറയുന്ന പോലെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. അതായത് പാറേപ്പള്ളി ധ്യാനത്തിന് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതിന് നമ്മൾ ധ്യാനത്തിന് പോയിട്ടില്ലല്ലോ. ധ്യാനത്തിന് പോയിട്ടില്ലെങ്കിലും പോയെന്നേ പറയാവുള്ളൂ. സെറ്റല്ലേ? സെറ്റ്. വരുണേട്ടാ, വരുണേട്ടാ, അയ്യോ എന്റെ വരുണേട്ടനെ കണ്ടോ? എന്റെ വരുണേട്ടൻ എവിടെ പോയി? അയ്യോ എന്റെ കുഞ്ഞിന്റെ അരുണേട്ടൻ എന്തിയേ? എന്റെ കുഞ്ഞിന്റെ അരുണേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. അരുണേട്ടാ, വരുണേട്ടാ, നമ്മുടെ കോർഡിനേറ്റർ അരുണ്. അത് റിയാലിറ്റി, ഇത് ഡ്രാമ. ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. വരുൺ, ഇങ്ങോട്ട് വാ. റാണി ചേച്ചി, എന്റെ വരുണേട്ടനെ കണ്ടോ? സത്യം പറ, എന്റെ വരുണേട്ടൻ ജീവനോടെ ഉണ്ടോ? സത്യം പറ. എന്റെ കുഞ്ഞിന്റെ വരുണേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്ക് റാണി ചേച്ചി. ഇത്ര ഓവർ ആക്ടിങ് വേണ്ട കേട്ടോ. അത് പോട്ടെ, വരുണേട്ടൻ പോട്ടെ, ഞാൻ ക്ഷമിക്കാം. പക്ഷെ വരുൺ കൊണ്ടുപോയി എന്റെ മഞ്ഞക്കാർ അതെങ്കിലും ഒന്ന് തിരിച്ചു താ ചേച്ചി. നിനക്ക് എപ്പോഴും അടി മഞ്ഞക്കാറുള്ളത്? മഞ്ഞക്കാറില്ല, നമ്മുടെ ചുമന്ന കാറാ. പക്ഷെ മഞ്ഞേനെ പറയുള്ളൂ ഇവിടെ. മഞ്ഞക്കാർ എവിടെ പറ ചേച്ചി. അതും പറയൂല. അതും പോട്ടെ, എന്നാ ഞാൻ മരുന്നിട്ട് കൊടുത്ത ആ മോതിരം അതെങ്കിലും ഒന്ന് തിരിച്ചതാ. സത്യം ചേച്ചി, എന്റെ കുഞ്ഞിന്റെ 1.5 പവന്റെ മോതിരമാ ചേച്ചി അവനിട്ട് കൊടുത്തത്. ചേച്ചി അസ്ഥിയിലേ ആ മോതിരം ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു തരാം. ആ ജോർജ് കുട്ടിച്ചാനോട് ഒന്ന് പറയാമോ ചേച്ചി? കൊളവാക്കണ്ട കേട്ടോ. അതും പോട്ടെ, അതും പോട്ടെ, എല്ലാം ക്ഷമിക്കാം. എന്താ കാണിക്കുക? കഴിഞ്ഞു, 1.5 മിനിറ്റ് കഴിഞ്ഞു. ഇനി റിയാലിറ്റിയിലോട്ട് സൂപ്പർ അമ്മയും മകളും. നമസ്കാരം ഷീന ചേച്ചി. നമസ്കാരം ശൈത്യ. ഷീന ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സുന്ദരി അമ്മ അല്ലേ? Yes, ഓക്കെ, സുന്ദരി അമ്മ. ശ്വേത, എന്താണ് ഈ ഒരു സൂപ്പർ അമ്മയും മകളെയും കുറിച്ച് പറയാനുള്ളത്? തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്തായാലും ഗുഡ് വൺ. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ആർ ഷോ സൂപ്പർ അമ്മയും മകളും. താങ്ക് യു. മീന ചേച്ചി, അതെ, ഇതുവരെ കണ്ട പെർഫോമൻസിൽ വളരെ ഡിഫറെന്റ് ആയ ഒരു പെർഫോമൻസ് ആയിരുന്നു. സോ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ